ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായ ഒരു നെക്ക് ഡിസൈനാണ് ഇന്ന് കാണിക്കുന്നത്. ചുരിദാറിൻ്റെ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാൻറ്റിൻ്റെ പീസാണ്. അപ്പോൾ നമുക്കിനി ക്യാൻവാസിലേക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ക്യാൻവാസിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ്. എൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. ഇപ്പോൾ ഈ ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. മാർക്ക് ചെയ്ത് കൊടുത്തു. കുറച്ച് താഴെയാക്കി 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് വേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിനുള്ള തയ്യൽ തുമ്പ് കൂടി ചേർത്ത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ചേർത്തൊരു ബോക്സാക്കി വരച്ചെടുക്കാം. ഇനി ബോക്സിനുള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഈ ഫോൾഡായ ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ വെച്ച് ഇതുപോലൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. അതിന് ശേഷം താഴേക്ക് 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ച് വേണമെങ്കിലും എടുക്കാം. അതിനനുസരിച്ച് ക്യാൻവാസിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. ഇനി ഇവിടെ നിന്ന് താഴേക്ക് ഒരു പോട്ട് ഷേപ്പ് വരച്ചു കൊടുക്കണം. കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നവർ അങ്ങനെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കർവ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം കർവ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് പോയിൻ്റ് ആക്കി എടുക്കാതെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫുള്ള് 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പോയിൻ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാൻ. മാർക്ക് ചെയ്ത് കൊടുത്ത ലൈനിൽ കൂടെ തന്നെ കറക്റ്റാണ് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസ് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് നമുക്ക് ആവശ്യമാണ്, കളയരുത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ പീസ് ഒരു ലൈനിങ് പീസിൽ വെച്ച് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിനെ സെൻറ്റർ ഒന്ന് നോച്ചിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ ഇതാ ലൈനിങ് പീസിൽ വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പിൻ്റെ മെറ്റീരിയലിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാൻവാസിൻ്റെ സെയിം മെഷർമെൻറ്റിൽ ആ പീസിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് പോയിട്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാം 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് എക്സ്ട്രാ കൊടുക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ള ഭാഗത്തെല്ലാം എക്സ്ട്രാ കൊടുത്ത് കട്ട് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 ഇഞ്ച് വീതിയുള്ള കുറച്ച് പീസ് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. പിന്നെ 2 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുള്ള പീസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചധികം പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ കോണോട് കോണ് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ പീസെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പീസ് ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ച ശേഷം ഇതിൻ്റെ ഉൾവശത്തിലൂടെ നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് സ്റ്റിച്ച് കൊടുക്കണ്ട. ബാക്കിയുള്ള സൈഡിൽ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ സ്റ്റിച്ചിൽ തട്ടാതെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിനെ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത ശേഷം എഡ്ജിലൂടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം. ഇപ്പോൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ആ ക്യാൻവാസ് വെച്ചിട്ട് ഇതിൽ ക്യാൻവാസിൻ്റെ അതേ മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കളർ ചോക്ക് വെച്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, അതാണ് കാണാൻ പറ്റാത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കോണോട് കോൺ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത അതേ ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു പീസ് വെച്ച ശേഷം അതിൻ്റെ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് ആ പീസിൻ്റെ സെൻറ്ററിൽ അടുത്ത പീസിൻ്റെ എഡ്ജ് വെച്ച് കൊടുക്കുക. അടുത്ത പീസ് അതുപോലെ തന്നെ സെൻറ്റർ വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം അടുത്ത പീസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പീസും കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിൽ എത്ര പീസാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അത്രയും പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സാവകാശം ഓരോയിടത്തും സൂചി കുത്തി നിർത്തി വെച്ച ശേഷം വേണം അടുത്ത പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ പീസെല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എക്സ്ട്രാ ഉള്ള ത്രെഡൊക്കെ അപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഈ പീസിൻ്റെ മുകളിലേക്ക് ആ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് 2 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വെച്ച് 1/4 ഇഞ്ച് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നതാണ്, അത്ര വലിയ കാര്യമൊന്നുമല്ല. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പൈപ്പിങ്ങിൻ്റെ മേലെ സ്റ്റിച്ച് വീഴാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അഥവാ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പൈപ്പിംഗ് ഏത് നിറമാണോ കൊടുക്കുന്നത് അതേ നിറത്തിലുള്ള നൂല് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ പൈപ്പിങ്ങിൻ്റെ മേലെ കുറച്ച് സ്റ്റിച്ച് കയറിയാലും പെട്ടെന്ന് അറിയില്ല. അതിനുശേഷം എക്സ്ട്രാ ഉള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുക. ഇനി പീസിനെ മാറ്റി വയ്ക്കാം. നമുക്ക് ക്യാൻവാസ് വെച്ച പീസ് എടുക്കാം. ഇതിൻ്റെ സൈഡൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻവാസിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള അതേ അളവിൽ നമുക്കൊരു ഡമ്മി സ്റ്റിച്ച് കൊടുക്കാം. അതിൻ്റെ ആ കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തോട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്ത ആ സ്റ്റിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇനി ആദ്യം നല്ല പീസ് വെച്ച് കൊടുക്കുക. അതിനുശേഷം ലൈനിങ് പീസ് വയ്ക്കുക. അതിൻ്റെ മേലായിട്ട് ക്യാൻവാസ് പീസ് വെച്ച് കൊടുക്കണം. 3 പീസിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് നോച്ചിട്ടിട്ടുണ്ടായിരിക്കണം. സെൻറ്റർ ചേർത്ത് വെച്ച് കൊടുക്കുക. ക്യാൻവാസ് വയ്ക്കുമ്പോൾ ക്യാൻവാസ് വരുന്ന ഭാഗം ലൈനിങ് പീസിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. ശേഷം പിൻ ചെയ്ത് കൊടുക്കുക. നമ്മളെപ്പോഴും നെക്കൊക്കെ ചെയ്യുന്ന സമയത്ത് പിൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും, തെന്നി പോവാതെ കിട്ടും. ഇനി നമ്മൾ നെക്കിൽ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാർക്ക് ചെയ്ത സെൻറ്റർ ലൈനിങ് പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണോ വരുന്നതെന്ന് നോക്കി മാർക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എത്ര പിന്ന് കുത്തണമെന്ന് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഡമ്മി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡമ്മി സ്റ്റിച്ചിൽ നിന്നും 1/4 ഇഞ്ചിനേക്കാളും 1 പോയിൻ്റ് കുറച്ച് ക്യാൻവാസിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡമ്മി സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. ഡമ്മി സ്റ്റിച്ചിനേക്കാളും 180 പോയിൻ്റ് 1/4 ഇഞ്ചിനും കാളും 1 പോയിൻ്റ് കുറച്ച് വരുന്ന സ്റ്റിച്ചാണ്. അത് നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഡമ്മി സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് നെക്കിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ നെക്കിൽ പൈപ്പിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഡമ്മി സ്റ്റിച്ചിൻ്റെ പുറത്തോടി സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നൊക്കെ ഊരി മാറ്റിയ ശേഷം നമ്മൾ ഡമ്മി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ക്യാൻവാസിൻ്റെ സൈഡിലൂടെ, ആ സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം.
ക്യാൻവാസിൻ്റെ പുറത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തതല്ല, ക്യാൻവാസിൻ്റെ സൈഡിലൂടെ കൊടുത്ത സ്റ്റിച്ച്, ഡമ്മി സ്റ്റിച്ചിൻ്റെ പുറത്തുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് പീസ് ലൈനിങ് പീസിലേക്ക് വെച്ച് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഇഞ്ച് വീതിയുള്ള കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ പീസിൽ കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ 180 പോയിൻറ്റിലാണ് നേരത്തെ സ്റ്റിച്ച് കൊടുത്തത്. ക്യാൻവാസ് പീസിൽ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക. അതേ മെഷർമെൻറ്റിൽ തന്നെ ഇതും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതും പൈപ്പിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ കർവ് വരുന്ന ഭാഗത്തൊക്കെ കറക്റ്റ് 2 പീസും കറക്റ്റ് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യമൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയ ബുദ്ധിമുട്ട് തോന്നും. ചെയ്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തും ഒരേ അളവ് തന്നെ വരണം. അപ്പോഴേ പൈപ്പിങ്ങിന് ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പിടിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. കർവ് വരുന്ന ഭാഗത്തൊക്കെ കൈ ഉള്ളിലേക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ച് പീസ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. സ്റ്റിച്ചൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. നമുക്കിനി നെക്കിൻ്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 6.5 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പുറ സൈഡ് 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ മാർക്ക് ചെയ്ത് ലൈനിൽ കറക്റ്റാണ് വരുന്ന രീതിക്ക് അടിയിലെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അടിയിലെ പീസിൻ്റെ സ്റ്റിച്ചൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ വെച്ചിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൽ നമുക്ക് എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, പൈപ്പിങ്ങിൻ്റെ മേലേക്ക് സ്റ്റിച്ച് കയറരുത്. എന്നാൽ മറ്റേ പീസ് സ്റ്റിച്ച് ആവുകയും വേണം. അടിയിലിരിക്കുന്ന പീസിൽ സ്റ്റിച്ച് വീഴുകയും വേണം. അപ്പോൾ അതുപോലെ സാവകാശം സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും കെട്ടിടാൻ മറക്കരുത്. പൈപ്പിങ്ങിലൊന്നും കയറാതെ എഡ്ജിലൂടെ തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഷർട്ടിൽ വയ്ക്കുന്ന സാധാരണ ബട്ടൺ എടുക്കാം. ബട്ടൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാൻറ്റിൻ്റെ പീസിൽ വെച്ചൊന്ന് കവർ ചെയ്യാം. എനിക്കിതുണ്ട് ഇതിൻ്റെ സെൻറ്റർ വരുന്ന രീതിക്ക് പൂക്കൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൂവിനെ സെൻറ്ററിലാക്കിയാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ടൈറ്റായിട്ട് പിടിച്ച ശേഷം നൂല് വെച്ച് ചുറ്റി കൊടുക്കുക. കെട്ടിട്ട് കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കണം. ആ ഫാബ്രിക്കിനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ മതി. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ബട്ടണും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കൈസൂചി വെച്ച് ഇതിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ നമുക്ക് 1/4 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം.
4 സ്റ്റിച്ച് കൊടുത്തെടുത്തു. അതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇനി കാണിക്കാം. ഇപ്പോൾ ചുരിദാർ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ചെറിയ പേൾസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് പേൾസ് കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. കയ്യിൽ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സിമ്പിളായിട്ടുള്ള ചുരിദാർ നെക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും